നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ച് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ റോഡ് സൗകര്യം ഉറപ്പുവരുത്തുക, വിദ്യാർത്ഥികൾക്കും ജനങ്ങൾക്കും റോഡ് മുറിച്ച് കടക്കാനുള്ള സുരക്ഷിതമായ സൗകര്യമൊരുക്കുക, അപകടങ്ങൾ ഒഴിവാക്കി ജീവന് സംരക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അരൂർ മണ്ഡലത്തിലെ പ്രമുഖ രാഷ്ട്രീയ സംഘടനകളായ CPIM-ഉം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ച് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ റോഡ് സൗകര്യം ഉറപ്പുവരുത്തുക, വിദ്യാർത്ഥികൾക്കും ജനങ്ങൾക്കും സുരക്ഷിതമായി റോഡ് മുറിച്ച് കടന്നു പോകാനുള്ള സൗകര്യമൊരുക്കുക, അപകടങ്ങൾ ഒഴിവാക്കി ജീവന് സംരക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അരൂർ മണ്ഡലത്തിലെ പ്രമുഖ രാഷ്ട്രീയ സംഘടനകളായ CPIM-ഉം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചു. CPIM ചന്ദ്രൂർ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം PD രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PK സാബു, ലോക്കൽ സെക്രട്ടറി CP പ്രകാശൻ, VK സൂരജ്, PA ജോർജ് എന്നിവർ നേതൃത്വം നൽകി. CPIM എരമല്ലൂർ ലോക്കൽ കമ്മിറ്റിയും ജനകീയ സമരം സംഘടിപ്പിച്ചു. ദേശീയപാതയിലെ വാഹന ഗതാഗതം സുഗമമാക്കുക, സർവീസ് റോഡുകൾ വെള്ളക്കെട്ട് ഒഴിവാക്കി ടാർ ചെയ്ത് പുനഃക്രമീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധ സമരം പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ജീവൻ ഉദ്ഘാടനം ചെയ്തു. എഴുപുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് R പ്രദീപ്, CPIM ലോക്കൽ സെക്രട്ടറി PN മോഹനൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉയരപ്പാത നിർമ്മാണത്തിലെ അപാകതകൾക്കെതിരെ, ജനദ്രോഹങ്ങൾക്കെതിരെ ഒപ്പുശേഖരണവും സായാഹ്ന ധർണയും നടത്തി. ചന്ദിരൂർ പുതിയ പാലത്തിന് സമീപം നടന്ന സായാഹ്ന ധർണയുടെ കൂടെ ദേശീയപാത അധികൃതർക്കും ജില്ലാ ഭരണകൂടത്തിനും നൽകുന്ന ഭീമഹർജിയുടെ ഒപ്പുശേഖരണവും നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PA അൻസാർ അധ്യക്ഷത വഹിച്ച സായാഹ്ന ധർണ DCC മെമ്പർ VK മജീദ് വെളുത്തേടൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി EC ബെന്നി സ്വാഗതവും ട്രഷറർ നിസാർ കൂട്ടുങ്കൽ നന്ദിയും പ്രകാശിപ്പിച്ചു. DCC അംഗം CK പുഷ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. അരൂർ പഞ്ചായത്ത് അംഗം സിനി മനോഹരനും UDF-ന്റെ മറ്റ് പോഷക സംഘടനകളുടെ നേതാക്കളും ധർണയിൽ പങ്കെടുത്തു. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.